പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിൽക്കുന്നതാണ് യഥാർത്ഥ സൗഹൃദം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK നേരിട്ട കനത്ത തോൽവിക്ക് പിന്നാലെ മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനെ കാണാൻ സാക്ഷാൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എത്തിയപ്പോൾ തമിഴകം കണ്ടത് അത്തരമൊരു സൗഹൃദമാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 2 ദിവസത്തിന് ശേഷമാണ് ചെന്നൈയിലെ സ്റ്റാലിന്റെ വസതിയിൽ ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. 75-കാരനായിട്ടുള്ള രജനീകാന്തും 73-കാരനായ സ്റ്റാലിനും മുഖത്തോട് മുഖം ഇരിക്കുന്ന ചിത്രം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സ്റ്റാലിന് തന്റെ പൂർണ്ണ പിന്തുണ അറിയിക്കാനാണ് രജനീകാന്ത് നേരിട്ടെത്തിയത്. തളപതി വിജയുടെ തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടി TVK ആണ് ഇത്തവണ DMK തറപറ്റിച്ചത്. TVK 108 സീറ്റുകൾ നേടിയപ്പോൾ DMK 59 സീറ്റുകളിൽ ഒതുങ്ങി. TVK സ്ഥാനാർത്ഥി VS ബാബുവിനോട് 8700ഓളം വോട്ടുകൾക്ക് സ്റ്റാലിൻ സ്വന്തം മണ്ഡലത്തിൽ പരാജയപ്പെട്ടത് DMKക്ക് വലിയ പ്രഹരമായി. സ്റ്റാലിൻ പരാജയപ്പെട്ട സാഹചര്യത്തിൽ മകനും ചെപ്പോക്കിൽ നിന്നുള്ള MLAയുമായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ പുതിയ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവാകാനാണ് സാധ്യത. രജനീകാന്തിന്റെ ഈ സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. രാഷ്ട്രീയത്തിൽ സജീവമല്ലെങ്കിലും DMKയോട് എക്കാലവും അദ്ദേഹം അനുഭാവം പുലർത്തിയിരുന്നു. 1995-ലും 98-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം DMK സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. 2017-ൽ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചെങ്കിലും ആരോഗ്യ കാരണങ്ങളാൽ 2021-ൽ അദ്ദേഹം പിന്മാറുകയായിരുന്നു. അതേസമയം രാഷ്ട്രീയ എതിരാളികളല്ലാത്തതിനാൽ വിജയുടെ വമ്പൻ വിജയത്തിന് പിന്നാലെ X പ്ലാറ്റ്ഫോമിലൂടെ രജനീകാന്ത് അദ്ദേഹത്തെ അഭിനന്ദിച്ചിരുന്നു. തൃച്ചി ഈസ്റ്റ്, പെരമ്പൂർ എന്നീ 2 മണ്ഡലങ്ങളിൽ നിന്ന് വിജയിച്ച വിജയ് പെരമ്പൂർ നിലനിർത്തി തൃച്ചി ഈസ്റ്റ് രാജിവെക്കാൻ സാധ്യതയുണ്ട്. കേവല ഭൂരിപക്ഷത്തിന് 11 സീറ്റുകൾ കൂടി ആവശ്യമുള്ളതിനാൽ കോൺഗ്രസ്, ഇടതുപക്ഷ പാർട്ടികൾ, VCK, IUML, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തുടങ്ങിയവരുമായി വിജയ് സഖ്യ ചർച്ചകൾ നടത്തി വരികയാണ്. ഇതിൽ കോൺഗ്രസ് DMK സഖ്യം വിട്ട് TVKക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി കേവല ഭൂരിപക്ഷത്തിന് വിജയ്ക്ക് വേണ്ടത് 7 സീറ്റുകളാണ്. ഒരു വശത്ത് തളപതി വിജയിലൂടെ തമിഴകത്ത് പുതിയൊരു രാഷ്ട്രീയ ഉദയം സംഭവിക്കുമ്പോൾ മറുവശത്ത് ഇടിവെട്ടിയ സ്റ്റാലിന്റെ തലയിൽ തേങ്ങ വീണു എന്ന് പറയുന്നത് പോലെ ആയിരുന്നു സഖ്യകക്ഷിയായിട്ടുള്ള കോൺഗ്രസിന്റെ ഈ ഒരു ചതി വന്ന് ഭവിക്കുന്നത്. എന്നാൽ തോൽവിയും ഒറ്റപ്പെടലും വേട്ടയാടുന്ന ഈ ഇരുണ്ട സമയത്ത് സുഹൃത്തിന് ആശ്വാസമായി സാക്ഷാൽ തലൈവർ നേരിട്ടെത്തുകയാണ്. അധികാര മാറ്റങ്ങൾക്കപ്പുറം തമിഴ് രാഷ്ട്രീയത്തിലെ വ്യക്തിബന്ധങ്ങളുടെ കരുത്തും ആഴവും വിളിച്ചോതുന്നതാണ് ഈ പുതിയ രാഷ്ട്രീയ ചിത്രം. വിശ്വസിച്ച് കേരളം.